നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ആരോട് കൂടിയിട്ടുള്ള കുക്കറപ്പം അഥവാ കലത്തപ്പം നമുക്ക് വീട്ടിൽ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരത്തിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈസി സിമ്പിളായിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായി ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 ഗ്ലാസ്സിന് 2 കുക്കറപ്പം എന്ന രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് 1 കപ്പ് അരി മാത്രം എടുക്കാം. എന്നിട്ടൊരു 5 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഓവർനൈറ്റ് ആയെങ്കിലും കുഴപ്പമില്ല. നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വളരെ കുറച്ച് സമയമാണ് സോക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോക്കായോന്ന് അറിയാൻ വേണ്ടി അരി ഇങ്ങനെ അമർത്തി നോക്കിയാൽ മതി. അപ്പം നുറുങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് സോക്കായിട്ടുണ്ട് എന്നർത്ഥം. ഞാനിത് ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. അപ്പം ഞാൻ അരി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 പിടി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പിടി തേങ്ങയും ചേർക്കുന്നുണ്ട്. ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നിറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചായിട്ട് എടുക്കാം. അല്ലെങ്കിൽ പുറത്തൊക്കെ തൂവി നമുക്ക് അടുത്ത പണി ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത്ര അളവിലെടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ അരപ്പിൽ ഞാൻ ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്. ആദ്യത്തേൽ ചേർക്കാത്തത് കൊണ്ടാണ് നല്ല വൈറ്റായിട്ടും രണ്ടാമത്തേത് കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡും ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കലാണ്. ശർക്കര വെല്ലം ഒരു 6 ആണി എന്നുള്ള കണക്കിനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ 1 കപ്പാണെന്നുണ്ടെങ്കിൽ 3 ശർക്കര കഷ്ണം മതിയാവും. അരിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചോറിൻ്റെ അളവും തേങ്ങയുടെ അളവും കുറച്ചും കൂട്ടി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഉരുക്കി വെച്ച ശർക്കര പാനി നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ മാവ് നല്ല തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശർക്കരൻ്റെ വെള്ളം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. പിന്നെ ശർക്കര ഉരുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വെക്കരുത്. അപ്പം നമുക്ക് ഒരുപാട് പാനിയായിരിക്കും. ആവശ്യത്തിന് മാത്രം ജസ്റ്റ് ശർക്കര മുങ്ങുന്ന രൂപത്തിൽ വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാൻ. ഉരുക്കിയെടുത്ത ശർക്കര ഒന്ന് തണിഞ്ഞതിന് ശേഷം അരിച്ചിട്ട് വേണം നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ശർക്കരയൊക്കെ ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്ത രൂപത്തിൽ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ ചെറിയ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിന് പകരം മറ്റേതെങ്കിലും പാത്രം യൂസ് ചെയ്യാം. അടി കട്ടിയുള്ള ഒരു പാത്രം ആയാൽ മതി. അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു നുള്ള് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറായി വരുന്നില്ലേ, അതുവരെ വെയിറ്റ് ചെയ്യാം. തീ കൂടുതൽ വെക്കരുത്, കരിഞ്ഞു പോവാനും പാടില്ല. ഉള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ച മാവില്ലേ, അതിൽ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കറക്റ്റാക്കിയിട്ട് നമുക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം. മാവ് ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. നമ്മളതിൽ നിന്ന് വെയിറ്റ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ, നമ്മുടെ വിസിൽ വരില്ല, വെയിറ്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു കത്തിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്ന നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഈസി സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വിശക്കുന്ന എന്താ ഉണ്ടാക്കി തരാമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈസി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലുള്ള റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.